വന്ദനയ്ക്ക് വേണ്ടി ജഗൻ വാദിക്കാൻ ചെല്ലുമെന്ന് ഹരിത കരുതും. അതിനുള്ള തർക്കുത്തരങ്ങളും അവള് കരുതി വയ്ക്കും. അപ്പോ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അവള് പറയുന്നത് കേട്ട് അംഗീകരിച്ച് വന്ദനയ്ക്ക് വേണ്ടി ജഗൻ മാപ്പ് പറയണം. മനോജനെ നിന്റെ ജീവിതത്തിൽ നിന്നും നീ പോലും അറിയാതെ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തത്. നിന്റെ മനസ്സു വേദനിക്കുന്നത് അച്ഛന് കാണാൻ വയ്യാഞ്ഞിട്ടാ. ഇനി നിന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ഒരച്ഛൻ എന്ന നിലയിൽ എനിക്കാവില്ല. അതെ, നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചവരുടെ മുന്നിലേക്ക് നീ ഇനി പോകുന്നില്ല. അങ്ങനെ പറയല്ലേ. അച്ഛൻ എന്ന അധികാരത്തെ തന്നെയാ പറയുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാ ഇപ്പൊ പോകുന്നത്. ബാബു, മനോജിനോട് എനിക്ക് യാതൊരു പിണക്കവും ഇല്ല. മനോജിന്റെ വീട്ടുകാരോട് മാത്രമാ പിണക്കം. അതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കാം. നീ വാ. സോറി അച്ഛാ, എനിക്ക് മനോജിനോട് പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം മനോജിന്റെ കുഞ്ഞ എന്റെ വയറ്റില്. ചില സമയത്ത് ജന്മം തന്ന അച്ഛനേക്കാൾ സ്വന്തം കുഞ്ഞിന്റെ അച്ഛന് വില കൊടുക്കേണ്ടി വരും. അതറിയണമെങ്കിൽ അച്ഛനൊരു പെണ്ണായിട്ട് പിറക്കണം. ജഗ, ഞാൻ ജഗനെ ശല്യപ്പെടുത്താനൊന്നും വന്നതല്ല. മനസ്സസ്വസ്ഥമാകുമ്പോൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നാൽ ഒരാശ്വാസം കിട്ടും, അല്ലേ ജഗ? ജഗൻ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുകയും പലരുടെയും കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളായതുകൊണ്ടും ഈ പ്രശ്നങ്ങളൊന്നും ഒരു സാധാരണക്കാരനെ പോലെ അത്ര പെട്ടെന്ന് ബാധിക്കില്ല. എന്നാലും പലരെയും തളർത്തുന്നത് കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ജഗൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഉണ്ടായിരുന്നൊരു പ്രശ്നത്തില് ജഗൻ ആരുടെ പക്ഷത്ത് നിൽക്കും? ഒരു ഭാഗത്ത് സ്വന്തം ഭാര്യ വന്ദന, മറുഭാഗത്ത് സ്വന്തം അനിയത്തി ഹരിത. ഏത് ത്രാസിൽ വെച്ച് അളന്നു നോക്കിയാലും സ്നേഹത്തിന്റെ കാര്യത്തിൽ രണ്ടു തട്ടും ഒരുപോലെ നിൽക്കും. എന്റെ കൂടെ പറപ്പായതുകൊണ്ട് പറയല്ല, വന്ദന ഹരിതയെ പൊന്നുപോലെയാ നോക്കുന്നത്. അവള് ഹരിതയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. ഹരിതയും അവളും പാവങ്ങളാ. മനോജിനോട് എന്ത് സ്നേഹമാണെന്നറിയോ അവൾക്ക്? അതേ സ്നേഹമായിരുന്നു ഹരിതയ്ക്കും വന്ദനയോടും. ഇതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കാലക്കേടെന്നല്ലാതെ എന്താ പറയാ. അച്ഛൻ്റെ അമ്മയുടെ കാര്യമോർക്കുമ്പോഴാണ് കഷ്ടം. പാവങ്ങള് ആഗ്രഹിച്ചൊരു വീട് വയ്ക്കാനിരുന്നപ്പോ പണം കള്ളം കൊണ്ടുപോയി. ആ സങ്കടം തീരും മുമ്പ് മക്കള് കാര്യമില്ലാത്ത കാര്യത്തിലൊരു പിണക്കവും. അമ്മ എന്നോട് പറഞ്ഞത് ജഗനെ കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറയാൻ. ഞാൻ വിചാരിച്ച അതിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശ്രമിച്ചു നോക്കാൻ അമ്മയോട് പറഞ്ഞേക്ക്. മതി മതി, അത് മതി. ജഗൻ ശ്രമിച്ചു എന്നൊന്ന് പറഞ്ഞ അത് നടന്നോന്നർത്ഥം. എനിക്കൊരു നിർദ്ദേശമുള്ളത്, ജഗൻ ഹരിതയോടൊന്ന് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യിപ്പിക്കണം. ജഗൻ വന്ദനയുടെ ഭർത്താവായതുകൊണ്ട് ഹരിത പെട്ടെന്ന് അതിന് തയ്യാറാവില്ല. അതിനെ ഒരു മാർഗേ ഉള്ളൂ. എന്തു മാർഗം? വന്ദനയ്ക്ക് വേണ്ടി ജഗൻ വാദിക്കാൻ ചെല്ലുമെന്ന് ഹരിത കരുതും. അതിനുള്ള തർക്കുത്തരങ്ങളും അവള് കരുതി വയ്ക്കും.
അപ്പോ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അവള് പറയുന്നത് കേട്ട് അംഗീകരിച്ച് വന്ദനയ്ക്ക് വേണ്ടി ജഗൻ മാപ്പ് പറയണം. അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ. ഇപ്പോ മുറിയില് ഹരിത ഒറ്റയ്ക്കാണ്. ജഗൻ ചെല്ല്. ഒന്നുമില്ലെങ്കിലും ഈ രാത്രിയിലെങ്കിലും വയസ്സായ അച്ഛനും അമ്മയും സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. ചെല്ല് ജഗ. വാ വന്ദനമ്മേ, വാ. ഷോ മോളെ, എന്താ? ഒന്ന് വന്നേ പ്ലീസ് വന്ദനമ്മേ. പറഞ്ഞ കഥയുടെ ബാക്കിയും കൂടി പറഞ്ഞതാ. മോളെ, വന്ദനാമ്മ ഇപ്പൊ കഥ പറയാൻ പറ്റിയ മൂഡിലൊന്നുമല്ല. മോളെന്നെ ശല്യം ചെയ്യല്ലേ. പ്ലീസ് വന്ദനമ്മേ. ഉണ്ണിക്കണ്ണൻ ഉരലിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറിയിൽ തൂക്കിയിട്ടേക്കുന്ന കൊടമടച്ചിട്ട് വെണ്ണ കട്ട് തിന്നോണ്ടിരിക്കുമ്പോ ഉണ്ണിക്കണ്ണന്റെ അമ്മ വന്നു. എന്നിട്ട് പ്ലീസ് വന്ദനമ്മേ ബാക്കി പറഞ്ഞു താ. സമ്മതിക്കില്ലേ ഈ കൊച്ച്? അങ്ങനെ ഉണ്ണിക്കണ്ണൻ ഉരലിന്റെ മുകളില് കാല് വെച്ച് കയറിയിട്ട് വെണ്ണക്കുടം കൈ എത്തി പിടിക്കാൻ നോക്കി. അതിന് കഴിയാതെ വന്നപ്പോ ഒരു ഉരുളം കല്ലെടുത്ത് കൂടെ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. പെട്ടെന്ന് വെണ്ണയെല്ലാം കൂടി താഴേക്കങ്ങ് പോയി. ഇത് കണ്ടോണ്ട് വന്ന യശോദാമ്മയ്ക്ക് ദേഷ്യം വന്നു. യശോദാമ്മ കണ്ണനെ അടിക്കാൻ കമ്പെടുത്തപ്പോ ഉണ്ണിക്കണ്ണൻ ഓടാ ഓട്ടം. യശോദാമ്മ കമ്പുമായിട്ട് പിന്നാലെ. എന്നിട്ടെന്താ? യശോദാമ്മ ഉണ്ടോ വിടുന്നു. യശോദാമ്മ കൂടെ ഓടി. ഉണ്ണിക്കണ്ണനുണ്ടോ വിടുന്നു. അവൻ യശോദാമ്മയെ വട്ടം ചുറ്റിച്ചു. ഒടുവിൽ അമ്മ തളരുന്നത് കണ്ടിട്ട് കണ്ണൻ പിടികൊടുത്തു. യശോദാമ്മ അപ്പോഴത്തെ ദേഷ്യവും സങ്കടമൊക്കെ കാരണം ഉണ്ണിക്കണ്ണന് ഒരു ഉരുളില് കെട്ടിയിടാൻ തീരുമാനിച്ചു. ഒരു കയറെടുത്തിട്ട് ആദ്യം ഉരുളിൽ കെട്ടി. എന്നിട്ട് ഒരു തുമ്പ് കണ്ണന്റെ അരയിൽ കെട്ടാൻ നോക്കി. കയറ് തികയുന്നില്ല.